Hello friends, welcome to my YouTube channel Andro Creations. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് വളരെ കുറഞ്ഞു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി വളരെ കുറഞ്ഞിരിക്കും. പക്ഷേ അപ്പോൾ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കത്തില്ല. എന്നാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ചും കൂടിയൊക്കെ നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറോ കൊണ്ട് തീർന്നു പോകുന്ന ഒരു ബാറ്ററിയെ നമുക്ക് 3 4 അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ബാറ്ററി ബാക്കപ്പായിട്ട് നമുക്ക് നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ സെറ്റിങ്സിലൂടെ അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സാധാരണഗതി നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂട്ടുന്നതിനായിട്ട് പല മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. മൊബൈലിൻ്റെ ഇൻ്റർനെറ്റ് ഡേറ്റ ഓഫ് ചെയ്ത് വയ്ക്കുക, വൈഫൈ ഓഫ് ചെയ്ത് വയ്ക്കുക, ബ്ലൂടൂത്ത് ഓഫ് ചെയ്ത് വയ്ക്കുക, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് വളരെ കുറച്ച് വയ്ക്കുക, അതുപോലെ തന്നെ GPS ഓഫ് ചെയ്ത് വയ്ക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറച്ച് ഇൻക്രീസ് ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പെർമനൻ്റ്ലി നിങ്ങളിത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടെമ്പററി നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ബാറ്ററി ബാക്കപ്പ് കുറച്ചും കൂടെ വേണമെന്ന് ആഗ്രഹമുള്ള സാഹചര്യങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഏറ്റവും കൂടുതൽ എടുക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് അത് എടുക്കുന്നത്, ബാറ്ററി കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ സെറ്റിംഗ്സിലാണ് നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ അവിടെ ഏറ്റവും താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എബോട്ട് ഫോണിലേക്ക് പോകുക. എബോട്ട് ഫോണിൽ പോയതിനു ശേഷം അവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അവിടെ നിങ്ങളുടെ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ അടുപ്പിച്ചടുപ്പിച്ച് ഒരു 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അടുപ്പിച്ചടുപ്പിച്ച് 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിൽ എബോട്ട് ഫോണിന് മുകളിലോ താഴെയോ ആയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ MIUI ആണെങ്കിൽ, അതായത് റെഡ്മി പോലുള്ള ചില ഫോണുകൾ MIUI ഫോൺ ആണെങ്കിൽ, ഷോമിയുടെ ഫോണൊക്കെ ആണെങ്കിൽ നിങ്ങൾ MIUI വേർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നിങ്ങൾ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. ബിൽഡ് നമ്പറിലല്ല, MIUI വേർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ 7 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് ക്ലിക്ക് ചെയ്ത ശേഷം അഡീഷണൽ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, അഡീഷണൽ സെറ്റിംഗ്സിൽ പോയിട്ട് വേണം ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടത്. ഓക്കെ, അവിടെയാണ് ഡെവലപ്പർ ഓപ്ഷൻ കാണുക. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് ഓൺ ചെയ്തെടുക്കുക. ഓൺ ചെയ്ത ശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് സിമുലേറ്റ് കളർ സ്പേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സിമുലേറ്റ് കളർ സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഡിസേബിളിലായിരിക്കും കാണുന്നത്. നിങ്ങളത് മോണോക്രോമോസി എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ മോണോക്രോമോസി എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക, ഓൺ ചെയ്തിടുക. അങ്ങനെ ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും എന്ത് ചെയ്താലും അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും കാണുന്നത്. അതായത് സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് മാക്സിമം, അതായത് സ്ക്രീൻ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ എത്രത്തോളം പവർ കുറയ്ക്കാൻ പറ്റുമോ, ഡിസ്പ്ലേ എടുക്കുന്ന പവർ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറയ്ക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും കൂടുതൽ പവർ നമ്മൾ ബാറ്ററിയിൽ നിന്ന് ആവശ്യമില്ല. ചില കളറുകൾക്കൊക്കെയാണ് നമുക്ക് കൂടുതൽ ബ്രൈറ്റ്നസ്, നമ്മുടെ കൂടുതൽ ബാറ്ററി പവർ നമുക്ക് വേണ്ടത്. എന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ഡാർക്ക് മോഡിലേക്ക് എന്നുള്ള രീതിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിന് കൂടുതൽ പവറിൻ്റെ ആവശ്യം വരികയില്ല, ഡിസ്പ്ലേ കൂടുതൽ പവറിൻ്റെ ആവശ്യം വരികയില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചാർജിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ ആവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സെയിം ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് സിമുലേറ്റ് കളർ സ്പേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ അത് ഡിസേബിൾ ചെയ്താൽ പഴയതുപോലെ ആകുകയും ചെയ്യും. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാകും, ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത്. ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ പ്രോബ്ലംസ് ഇല്ല. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഡെവലപ്പർ ഓപ്ഷനെ കുറിച്ചുള്ളത്. അപ്പോൾ അത് യാതൊരു പ്രോബ്ലംസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാറ്ററി ബാക്കപ്പ് ആവശ്യമെന്ന് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സ് വളരെയേറെ ഉപകാരപ്രദമാകും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.